ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇപ്പോൾ സമയം കറക്റ്റ് 12 മണിയായിട്ടുണ്ട്. ഇപ്പോൾ എണീച്ച് ഒന്ന് ഫ്രഷായി സെറ്റ് ആയതുള്ളൂ ഗൈസ്. അപ്പോൾ ഓർത്തു വ്ളോഗ് ചെയ്യാം, ഇന്ന് എന്തായാലും പുറത്തൊക്കെ പോകണ്ട, അപ്പം അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാൻ ഓർത്തു ഗൈസ്. അപ്പോൾ അത്രയ്ക്കാണ് ഗൈസ് കാര്യങ്ങൾ. കുറേ ഗൈസ് ഞാൻ വിളിക്കേണ്ടത്, പക്ഷേ എനിക്കത് മാറ്റാൻ കഴിയണില്ല. ഇതുണ്ടോ, മൂക്കിലൊക്കെ ഒന്ന് പുറത്ത് പോകാൻ നോക്കുമ്പോൾ അപ്പം കുരു വരും. പിന്നെ അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ വന്ന് പോകണ്ടേ, അതുകൊണ്ട് നമ്മൾ കാര്യമാക്കണില്ല. അവർ മൈൻഡ് ചെയ്താലാണ് അവർക്ക് കൂടുതൽ വരാനുള്ള ത്വര കൂടുന്നത്. അതുകൊണ്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ചായ എടുത്തിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അത് കഴിക്കാം ഗൈസ്. അങ്ങനെ ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്കും ഇവളിവിടെ വൈകുന്നേരം തൂക്കാനുള്ള സ്റ്റാറിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് അല്ലെങ്കിൽ എല്ലാ സൺഡേസിലും ഉപ്പുമാവാണ്, പക്ഷേ ഇന്നലെ നമുക്ക് പഴമാണ് ഫ്രൂട്ടായിട്ട് മെസ്സിൽ നിന്ന് കിട്ടിയത്. അപ്പം ഉപ്പുമാവും പഴവും കഴിക്കാം ഗൈസ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ നമുക്ക് തരും. പേരയ്ക്ക് ഉപ്പുമാവ് എങ്ങനെ കഴിക്കാനാ, അതുകൊണ്ട് നമുക്ക് കഴിക്കാം ഗൈസ്. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ ഇൻട്രോ എടുക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഒന്നും റെഡി ആവണില്ല അങ്ങോട്ടേക്ക്. നമ്മൾ രാവിലെ എണീച്ചു, രാവിലെ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് എണീച്ചു, ഫുഡ് കഴിച്ചു. അപ്പോൾ തന്നെ സമയം ഒന്ന് പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് നേരത്തെ ഇറങ്ങാൻ നോക്കാം, ഒന്നും നടക്കില്ല ഗൈസ്. സോ ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. 1 ഡിസംബറിന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് 13th ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പുറത്ത് വന്നാണ് ഓർത്തത്. അപ്പോൾ നമുക്ക് റെഡി ആവാൻ സമയമില്ല. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമ്മൾ ഇറങ്ങി പോകണം. ഇച്ചിരി മേക്കപ്പ് ഓവറായി എന്നറിയാം, പക്ഷേ ഇപ്പോൾ വെയിലത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും ഗൈസ്, അല്ലേ? ആയിക്കോളും. കുറേ നാളൊക്കെ കൂടി ഇങ്ങനെ ചുറ്റിയൊക്കെ കെട്ടി ഇറങ്ങണം, എനിക്ക് ചേരാത്ത പോലെ തോന്നുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാം. പിന്നെ ഒളിഞ്ഞു നോക്കണമെന്നാണ് ഗൈസ്. ഇനി നമുക്ക് പെർമിഷൻ എടുക്കാൻ പോകണം. ചെയ്ത് നോക്കുക ഗൈസ്, ഇങ്ങനെയാണ്. അപ്പം പെർമിഷൻ എടുക്കാൻ പോകണം, നമുക്ക് പെർമിഷൻ എടുക്കാം. അതന്നെ ഒരു വേസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഡേ ആണ് ഗൈസ്. ഓക്കെ, പോയിട്ട് വരാം. പെർമിഷൻ എടുക്കണതിനുള്ള താല്പര്യം കമൻറ്റ് ചെയ്യുക. കുറേ നാൾ കൂടിയാണ് അങ്ങനെ ഹിജാബൊക്കെ ഇടണത്. അതിൻ്റെ എന്തൊക്കെ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഷെയ്ത്താൻ കയറും ഗൈസ്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അതൊന്നും ചെയ്തിട്ടില്ല. 1 കിലോ ഒന്നുമല്ല, ഇതിന് എത്ര കിലോ കാണും? 3 മണിക്കുള്ള പെർമിഷന് 3 മണിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 3 മണിക്കുള്ള പെർമിഷന് 2:30 പെർമിഷൻ എടുത്ത് ആര് തരാനല്ലേ? എന്നാലും അവർക്ക് തരായിരുന്നു, പക്ഷെ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് 3 മണി കറക്റ്റ് ആകുമ്പോൾ വീണ്ടും വന്ന് കണ്ടിട്ട് വേണം പോവാൻ. എന്തൊരവസ്ഥയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പം അടുത്തുള്ള മൊത്തം പിള്ളേർ സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ നിന്നു. എങ്ങോട്ട് പോവാ, നാട്ടിലേക്ക് പോവാണോ, അങ്ങനെയൊക്കെ കുറേ വെറുതെ ചോദിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവൾമാർ പാട്ട് പാടാൻ പറഞ്ഞ് എന്നെ നടുക്കി നിർത്തി പാട്ട് തുടങ്ങി. ഞാൻ 3 മണി ആയിട്ടില്ല, ലേറ്റ് അല്ല, ഫോട്ടോ എടുത്തോണ്ട് വരുന്നു. ഇപ്പം ആ ഫോട്ടോ നോക്കാൻ വേണ്ടി ഫോൺ നോക്കിയപ്പോൾ ഫേസ് ഐഡ് വർക്കാവുള്ള ഗൈസ്. അല്ലേലും ഇമാതിരി കോലം കെട്ടിയിട്ട് എങ്ങനെ ഫേസ് ഐഡ് വർക്കാവാനല്ലേ? ഫേസ് ഐഡ് വർക്കല്ല. നമ്മൾ ഓട്ടോ തപ്പി നടക്കുവാണ്. ഇതുവരെ ഓട്ടോ കിട്ടിയിട്ടില്ല. ഓട്ടോ ഉള്ളവർക്ക് ഗൂഗിൾ പേ ഇല്ല, നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ഗൈസ്. സോ ഇങ്ങനെ നടക്കുകയാണ്. നടക്കണമെങ്കിൽ നമ്മൾ ഏതോ അത്ഭുത ജീവിതത്തെ പോലെ ഇവർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ നോക്കണ്ടേ ഗൈസ്. ചോദിച്ചതാണ് അന്ന ഓട്ടം പോവോ? അണ്ണ ഓട്ടം പോകുന്ന അങ്ങനെ മലയാളത്തിൽ ചോദിച്ചു, പക്ഷെ അവർക്ക് മനസ്സിലായിട്ടാണ് ഗൈസ്. അപ്പൊ നമുക്ക് പോവാം. എവിടെയെങ്കിലൊക്കെ ഓട്ടോ ഇട്ടിട്ടെ. ഫേസ് ഐഡ് വർക്കല്ലാത്തതുകൊണ്ട് ഒന്നും നടപടിയില്ല. അപ്പൊ നമുക്ക് ഓട്ടോ കിട്ടി. കുറെ അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് എന്റെ വീഡിയോഗ്രാഫർ ആൻഡ് ഫോട്ടോഗ്രാഫർ. അപ്പൊ നമ്മള് അതൊക്കെ എടുത്തിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. എന്താ കഴിക്കണമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ കേക്ക് മേടിക്കാന്ന് പറഞ്ഞപ്പം എന്നെ കൂട്ടാതെ കേക്ക് മേടിച്ചോണ്ടിരിക്കുന്ന 2 ആൾക്കാർ. എന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ സമയത്ത് നമ്മൾ ഒരു കേക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയത്തില്ല ഗൈസ് എങ്ങനെ വരുമെന്ന്. ഇവിടെ വേറെ പോലത്തെ പ്ലേറ്റ് ഒക്കെയാണുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഒന്നും ഇവിടെ ഇല്ല ഗൈസ്.
അങ്ങനെ നമ്മൾ ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ചു, ചുമ്മാ കുറേ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കേക്കൊക്കെ മേടിച്ചു. അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. കുറച്ച് റാപ്പ്, പിന്നെ പിസ്സ, അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഓ, ഈ പിസ്സ എൻ്റെ പൊന്ന് ഗൈസ്, ഫുൾ അട്ടർ ഫ്ലോപ്പ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അത്രയും ഫ്ലോപ്പ് പറയണ്ട, എന്നാലും നല്ല ചീസ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ മൊത്തം പച്ചമുളകായിരുന്നു. അതെന്താ അങ്ങനെ വന്നേന്ന് അറിയില്ല, നമ്മൾ വായിക്കാത്തതിൻ്റെ കുഴപ്പമാണോ. പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിച്ചയും കഴിച്ചു. അത്യാവശ്യം ഓക്കെ. പക്ഷെ ഇത്രയും പച്ചമുളക് ഇടുന്ന അള്ളാ പടച്ചവന് നമ്മൾ അറിഞ്ഞു പോലുമില്ല. പിന്നെ നമ്മുടെ മൊയ്ത്തോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഉണ്ടല്ലോ വയറ് നിറഞ്ഞു, പെട്ടെന്ന് മടുത്തുപോയി. പക്ഷെ മനസ്സങ്ങോട്ടേക്ക് നിറയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്, അതും കൂടി ഒരു മാറ്ററാണ്. സോ കുഴപ്പമില്ല, നല്ലതായിരുന്നു. എല്ലാവരും വയറിഞ്ഞു, ബാലൻസും വന്നു. അപ്പോൾ നമ്മൾ നേരെ നോക്കിക്കാൻ പാഴ്സലും പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നേരെ നമ്മൾ 4 ആൾക്കാരും 2-2ആയിട്ട് തിരിഞ്ഞു പോകും. എനിക്കറിയാം ഇവരെങ്ങോട്ടേക്കാണ് പോകണേന്നൊക്കെ. എനിക്ക് എന്തോ ഗിഫ്റ്റ് മേടിക്കാൻ പോണെയാണോ? ഗിഫ്റ്റ് മേടിക്കാൻ പോണെയാണോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇവരുടെ എല്ലാവരുടെ ബർത്ത്ഡേക്കും ഞാനാണ് എല്ലാവരുടെയും ഗിഫ്റ്റ് സെലക്ട് ചെയ്യണത് ഗൈസ്. അഭിപ്രായത്തിനുള്ള സാധനങ്ങൾ പറയണതും ആൻസർ പറയണതും അങ്ങനെയാണ് ഗൈസ്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഇവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ പോയായിരുന്നു. പക്ഷെ അപ്പോൾ ഇതൊന്നും പ്ലാൻ ചെയ്യണില്ലായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓർഡർ വരും. എപ്പോഴും ഓർഡർ ആക്കലാണ് എല്ലാവരുടെയും കൂടുതൽ പതിവ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ വരുന്ന സ്ഥലത്ത് പോയി നോക്കും. അപ്പോൾ അല്ലാണ്ട് എനിക്ക് 2-3 ഓർഡർ എൻ്റെ പേരിൽ കിട്ടി, അല്ലാണ്ട് വേറെ ഒന്നും ഇവരുടെ ഇതിലുള്ളത് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ ഇവരോട് ചോദിക്കാക്കിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ഞാനും ലിബിനെയും കൂടി റിലയൻസിൽ പോവാണ്. ഇവരുണ്ട്, നിങ്ങൾ അങ്ങോട്ടേ പോണേ ഇവർ പറയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് കുഴപ്പമില്ല. അതാ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് കുഴപ്പം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് രാത്രി തരൂ. രാത്രി പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹാപ്പി ബർത്ത്ഡേ പാടും. ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തരും. പക്ഷെ എന്തായാലും ഉണ്ടാവും എനിക്ക് അറിയാം. കുഴപ്പമില്ല. പാഴ്സൽ വന്നിട്ടുണ്ട്. വെയിറ്റ് വേണം. അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി റോട്ടിൽ കൂടെ ഇങ്ങനെ കഴുതിയൊക്കെ നടപ്പുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിലയൻസിലോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ 2 പേരും മാത്രമായി. ഇപ്പം നമ്മളെങ്ങോട്ടാ പോകണേ? നമ്മൾ റിലയൻസിൽ പോവാം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ റിലയൻസിൽ പോകണം. അപ്പോൾ റിലയൻസിലെത്തി. എന്നിട്ട് ഇനി കുറച്ച് കാര്യങ്ങളല്ല ഗൈസ്, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകും. നമുക്ക് നാളെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ മിഠായി കഴിക്കണമല്ലോ. സോ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ട് പോകാം. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തിറങ്ങി. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല ഗൈസ്. നമ്മൾ കുറച്ച് നമ്മുടെ അടുക്കളയിലോട്ട് വേണ്ട കാര്യങ്ങൾ, അടുക്കള മീൻസ് നമ്മുടെ കിച്ചണിലോട്ട് ഇടാൻ പാകത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് ഗൈസ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 കടയിൽ മേബി കയറാം. അങ്ങനെ നമ്മൾ റൂമെത്തി. വീണ്ടും ചെറിയ കടകളിലൊക്കെ കയറിയിട്ടാണ് വന്നത്. അതൊന്നും എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അങ്ങനെ നമ്മൾ റൂമെത്തി. ഇനി ഒത്തിരി പരിപാടികളുണ്ട്. കുളിക്കണം, കുറേ ചെറിയ അങ്ങനത്തെ പരിപാടികൾ. സോ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ കുളിച്ച് സെറ്റൊക്കെ ആയി. ഇനി ഇപ്പോൾ സമയത്ത് കാര്യം പറയാം. സമയം നോക്കട്ടെ ഗൈസ്. സമയം 9:30 ആയി. 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാർ തൂക്കാൻ പോവാണ്. ഇനി രാത്രിയിലോട്ട് സ്റ്റാർ തൂക്കണ്ട, ഇപ്പോൾ സ്റ്റാർ തൂക്കാന്നുള്ള സെറ്റപ്പിൽ നമ്മൾ സ്റ്റാർ തൂക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങളെ അതൊക്കെ കാട്ടിത്തരാം. അങ്ങനെ മേശയും അതിൻ്റെ പൊക്കത്ത് കസേരയും അതിൻ്റെ പൊക്കത്ത് ഇവള് വലിഞ്ഞു കയറി ചാറ് തൂക്കണ രംഗമാണ് ഗൈസ്. ഗൈസ് 11:58 ആയി. വെറുതെ എൻ്റെ റൂമിൽ കടന്ന് എന്നെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ വിളിച്ചോണ്ട് വന്നതാണ്. നോച്ചിക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ നോച്ചിയുടെ റൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആഘോഷിക്കാം ഗൈസ് എൻ്റെ ബർത്ത്ഡേ. അത്ര ആഘോഷിച്ചില്ലെങ്കിലും ഇച്ചിരിയൊക്കെ ആഘോഷിക്കാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാലോ. അപ്പോൾ ഇപ്പോൾ അവന്മാര് അവിടെ നിന്ന് സർപ്രൈസ് ആയിട്ട് സെറ്റപ്പ് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതെടുത്തത്. ഓക്കെ, എല്ലാ ഹോസ്റ്റൽസിലുള്ള പരിപാടി ഇരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ പാടി വരും. കേക്ക് മുറിക്കായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കേക്ക് മുറിക്കണം. എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ 59 ഇപ്പോൾ വരും. അപ്പോൾ ഇനി ആ ഷോട്ട് എടുക്കാം. ഓക്കെ,
ഇന്ന് കുറേ നാൾ കൂടി ഇന്ന് നേരത്തെ എണീച്ചു. ഇന്ന് രാവിലെ എൻ്റെ അമ്മച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ നേരത്തെ എണീച്ചു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഫോണൊക്കെ കളിച്ചിരുന്നു ഗൈസ്. വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവർക്കും റിപ്ലൈ ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നേരത്തെ പോയി ഫ്രഷായി യൂണിഫോമൊക്കെ മാറി സെറ്റായി. ഫുഡ് കഴിച്ചില്ല, ഫുഡ് അവന്മാർ എടുത്തിട്ട് വന്നായിരുന്നു. സോ അത് കഴിക്കണം. അപ്പം ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഒന്നുമില്ല, ഇനി കോളേജിൽ പോകണം. നമ്മളെ കുറേ ഒരു 8ാം ക്ലാസ് വരെയൊക്കെയായിരുന്നു ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി എല്ലാവർക്കും മുട്ടായൊക്കെ ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഫസ്റ്റ് ഇയർ തൊട്ട് വീണ്ടും ആ പരിപാടിയായിരുന്നു ഗൈസ്. മീൻസ് ഇങ്ങനെ മാമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണം, എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു, അവർക്ക് എല്ലാവർക്കും മിഠായൊക്കെ കൊടുക്കണം, അങ്ങനത്തെ സെറ്റപ്പാണ്. സോ ഇന്നും അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ഇവിടെ യൂഷ്വലി എല്ലാവരും ബർത്ത്ഡേക്ക് കളറാണ് ഇടുന്നത്. നമുക്ക് അതിനോടൊന്നും താല്പര്യമില്ല. സോ നമ്മൾ യൂണിഫോം തന്നെ ഇട്ടു. ഇനി പോകണം, മിഠായൊക്കെ കൊടുക്കണം. അപ്പോൾ ബർത്ത്ഡേ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വിഷും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ താങ്ക് യു. ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല, ഇനി കോളേജിൽ പോകണം, അത്ര തന്നെ. സോ നമുക്ക് അതൊക്കെ കാണാം. കൈ നേരം എടുക്കണം. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ് വരെയുള്ളൊരു ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും പെരുന്നാൾ എന്തെങ്കിലും ഉള്ള നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ കുളിക്കാൻ പുതിയ സോപ്പ്, പല്ലേക്കാൻ പുതിയ ബ്രഷ്, പിന്നെ ഇടാൻ പുതിയ ഡ്രസ്സും വേണം ഗൈസ്. എനിക്ക് അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിൽ യൂണിഫോം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ സാധനം എനിക്ക് ഇടണം. നമ്മളിങ്ങനെ സ്കാഫൊക്കെ ആയിരുന്നു ഉള്ളത്, അതിൻ്റെ ഉള്ളിൽ ഞാൻ ജിമിക്ക് കമ്മൽ വരെ ഇട്ടിട്ട് പോകുമായിരുന്നു ഗൈസ്. അങ്ങനത്തെ കൂട്ട് സ്വഭാവമായിരുന്നു എൻ്റെ. പക്ഷേ നൈസല്ലേ. അപ്പോൾ എനിക്ക് എല്ലാവരും ബർത്ത്ഡേ വിഷസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കും വെറുതെ ബോറടിക്കും. സോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ക്ലിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇതാണ് എനിക്ക് കോളേജിൽ കൊടുക്കാനുള്ള മിഠായി, ഇത് മാമാർക്ക് കൊടുക്കാനുള്ള മിഠായി. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പോയി നിന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടും ഗൈസ്. സോ നമുക്ക് ക്ലാസ്സിൽ പോയിട്ട് വരാം. ഓക്കെ, പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു.